ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 2. സന്തോഷം തിരഞ്ഞെടുക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4 അധ്യായം 4 പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന ഇടവഴികളിലൂടെ നടക്കുമ്പോൾ കീത്ത് വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ്റെ വിറയ്ക്കുന്ന കൈകൾ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അവൻ്റെ ജീവിത നിലവാരം ഇടിഞ്ഞു താഴാൻ തുടങ്ങിയിട്ട് എത്ര നാൾ ആയെന്നറിയാമോ? കീത്തിൻ്റെ ഭാര്യയെയും മക്കളെയും ഇത് എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നറിയാമോ? പെട്ടെന്ന് ആ ചിരിയിൽ കീത്തിൻ്റെ ദുഃഖം മങ്ങിപ്പോയി. ഒരു പിതാവ് തൻ്റെ മകനെ വീൽചെയറിൽ തള്ളിക്കൊണ്ട് ഉരുളൻകിഴങ്ങിനിടയിലൂടെ നടന്നു പോകുന്നു. അവർ തമ്മിൽ പറയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് നടന്നു നീങ്ങുന്നു. ആ കുട്ടിയുടെ രോഗാവസ്ഥ കീത്തിൻ്റേതിനേക്കാൾ മോശമായിരുന്നു. എങ്കിലും ആ പിതാവും മകനും ആവുന്നിടത്തോളം സന്തോഷം കണ്ടെത്തുകയായിരുന്നു. ജയിലിൽ നിന്ന് എഴുതുമ്പോഴോ വീട്ടുതടങ്കലിൽ വെച്ചോ തൻ്റെ വിചാരണയുടെ ഫലത്തിനായി കാത്തിരിക്കുമ്പോൾ സന്തോഷവാനായിരിക്കാൻ അപ്പോസ്തലനായ പൗലോസിന് ഒരു വകയുമില്ലായിരുന്നു. അക്രമത്തിനും ക്രൂരതയ്ക്കും പേരുകേട്ട ദുഷ്ടനായ നീറോ ആയിരുന്നു ചക്രവർത്തി. അതിനാൽ പൗലോസിന് ഉത്കണ്ഠപ്പെടാൻ കാരണമുണ്ടായിരുന്നു. അവൻ്റെ അഭാവം മുതലെടുത്ത് സ്വയം മഹത്വം നേടുന്ന പ്രസംഗകരും ഉണ്ടെന്ന് പൗലോസിന് അറിയാമായിരുന്നു. അപ്പോസ്തലനെ തടവിലാക്കിയപ്പോൾ അവനെ പ്രതി പ്രശ്നം ഇളക്കിവിടാം എന്നവർ കരുതി. എന്നിട്ടും പൗലോസ് സന്തോഷിക്കാൻ തീരുമാനിച്ചു. ഫിലിപ്പിയരോട് തൻ്റെ മാതൃക പിന്തുടരാൻ പൗലോസ് പറഞ്ഞു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നമ്മുടെ സാഹചര്യം ഇരുണ്ടതായി തോന്നിയേക്കാം, എങ്കിലും യേശു ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ മഹത്തായ ഭാവി അവൻ ഉറപ്പു നൽകുന്നു. തൻ്റെ കല്ലറ വിട്ട് പുറത്തു വന്ന ക്രിസ്തു തന്നോടൊപ്പം ജീവിക്കാൻ തൻ്റെ അനുയായികളെ ചേർക്കുവാൻ മടങ്ങി വരും. ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എൻ്റെ സാഹചര്യങ്ങൾക്ക് മുകളിൽ എൻ്റെ കണ്ണുകൾ ഉയർത്തുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ സന്തോഷവാനാകുവാൻ നിന്നെ മാത്രം നോക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് സന്തോഷത്തെ നൽകണമേ. ആമേൻ.